മാം, ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എബ്രോഡാണ്, കൂടുതൽ പേരും എബ്രോഡാണ്. അപ്പം അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് പാർട്ട് ടൈമിന് വന്നിട്ട് ഇവിടെ പാർട്ട് ടൈം കിട്ടുന്നില്ലടി, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്രോടെക്കിലൂടെ പോകുന്ന കുട്ടികൾക്ക് എന്ത് അസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ എന്ത് ഷുവർട്ടി ആണ് പാർട്ട് ടൈമിൽ കൊടുക്കുന്നുള്ളത്? നമ്മുടെ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 27 വർഷമായി നമ്മൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് മുൻപ് പോയ കുട്ടികൾ എല്ലാം ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവരുടെ എല്ലാ റെഫറൻസ് നമ്പേഴ്സൊക്കെ നമുക്ക് വൺസ് ഇവിടെ എൻറോൾ ചെയ്തൊരു സ്റ്റുഡൻറ്റിന് നമുക്ക് കൈമാറാൻ പറ്റും. അപ്പോൾ അവർ ത്രൂ ഒക്കെ അവർക്ക് അവിടെ പെട്ടെന്ന് തന്നെ ജോബ് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ അതിനേക്കാട്ടിലും ഉപരി ഒരു കുട്ടിക്കും ജർമ്മനി പോലൊരു കൺട്രിയിൽ പോയിട്ട് പാർട്ട് ടൈംസ് കിട്ടാതിരിക്കില്ല. അത് ആ കൺട്രിയുടെ ഗുണമാണ്. കാരണം അവിടെ ഒരു 16 സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒട്ടും പാർട്ട് ടൈംസ് കിട്ടുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. 1-2 കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എല്ലാ കുട്ടികൾക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം, പാർട്ട് ടൈംസ് കിട്ടാൻ ബുദ്ധിമുട്ട് എന്നുള്ളത്. കാരണം അവിടെ ഇൻ്റർനാഷണൽ കോൾ സെൻറ്റേഴ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, ബർഗർ ഷോപ്സ്, കഫറ്റീരിയാസ്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കുറഞ്ഞത് അവർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ചില സിറ്റീസിൽ ബേസിക് ആയിട്ടൊരു നോളജ്, ഇപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കൊക്കെ പോണ കുട്ടികൾ 100% ഇംഗ്ലീഷിലാണ് പഠിക്കുന്നുണ്ടെങ്കിലും അവർ ജർമ്മൻ ലാംഗ്വേജ് ഒട്ടും കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഈവൻ ഒരു ബേസിക് നോളജ് ഉള്ളവർക്ക് അവിടെ എന്തായാലും പാർട്ട് ടൈംസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒട്ടും ബേസിക് നോളജ് ഇല്ലാത്തൊരു കുട്ടി, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സക്സസ് മന്ത്രയിലൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പ്രോപ്പർ ഗൈഡൻസിൽ ഇതെപ്പോഴും കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. മിക്ക കൺസൾട്ടൻസീസും ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുന്നത് 100% ഇംഗ്ലീഷിലാണ്, IELTS മതി അല്ലെങ്കിൽ MOA മതി എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്മിഷൻ ഓഫറൊക്കെ എടുത്ത് വിസയൊക്കെ കൊടുത്ത് കുട്ടികളെ അങ്ങ് കയറ്റി വിടും. പക്ഷെ കുട്ടികൾ അവിടെ പോയിട്ട് ചില സിറ്റീസിൽ ഈ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ ബേസിക്സ് അറിയണം എന്നുള്ള കമ്പൽസറി ഉള്ള സിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന കുട്ടികൾക്കാണ് ഈ ഡിലേ വരുന്നത്. അത് ഈ കൺസൾട്ടൻസി ഇവരോട് റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങൾ ജർമ്മൻ ഒന്നും അറിയണ്ട, അങ്ങോട്ട് പോവാം, അഡ്മിഷൻ യൂണിവേഴ്സിറ്റിക്ക് അത് കിട്ടും. പക്ഷെ പാർട്ട് ടൈംസിന് ബേസിക്സ് അറിയണം എന്നുള്ള കാര്യം നമ്മൾ ഈ സക്സസ് മന്ത്ര എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഒരു കുട്ടി ഫസ്റ്റ് ഒരു കരിയർ ഗൈഡൻസ് ആയിട്ട് നമ്മൾ എടുത്ത് വരുമ്പോൾ, ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ അവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് നമ്മൾ ബേസിക് നോളജ്, ഇപ്പം നമുക്ക് തന്നെ സെൻറ്റർ ഉണ്ടല്ലോ, ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പഠിക്കണമെങ്കിൽ പഠിക്കണം, ഇന്നത് പഠിക്കണം, അത് പഠിച്ചാലേ ജർമ്മനിയിലോട്ടുള്ളൂ. അതുപോലെ ആഫ്റ്റർ സ്റ്റഡീസ് ആണെങ്കിലും എംപ്ലോയേഴ്സ് മുൻഗണന കൊടുക്കുന്നത്, ജോലി ആദ്യം കൊടുക്കുക, എപ്പോഴും അവരുടെ ലോക്കൽ ലാംഗ്വേജ് ആയ ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കാണ് മുൻഗണന കൊടുക്കുക. ഒട്ടും അതറിയാത്ത ഒരാൾക്കാർ ഒരിക്കലും ജോലിക്ക് ഹയർ ചെയ്യുമ്പോൾ മുൻഗണന കൊടുക്കില്ല. ഇത് പല കുട്ടികളോടും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിലത്തെ ഒരു വാസ്തവമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവം ബേസിക്കായിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞാൽ അവിടെ പാർട്ട് ടൈംസ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ജർമ്മനിയിൽ ഇല്ല. പിന്നെ ജർമ്മനിയിൽ കുറഞ്ഞത് ഒരു 13.5 യൂറോ പെർ അവർ കൊടുക്കണം എന്നുള്ളത് ജർമ്മൻ ഗവൺമെൻറ് റൂളാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഹ്യൂജ് ഇൻകം അവർക്ക് പാർട്ട് ടൈംസ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യം കുട്ടി പാരൻസോ അറിയാതെ പോകുന്നതാണ് അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് ഈ കഷ്ടപ്പാട് ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത്. അതുകൊണ്ട് ഇത് കുട്ടിയെ പറഞ്ഞ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോയൊരു കുട്ടിക്ക് നല്ല രീതിയിൽ, എൻ്റെ പേഴ്സണൽ റെഫറൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ഓൺ സിസ്റ്റർ ജർമ്മനിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 23-24 വയസ്സ് പ്രായം, മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്ന ഒരാൾ, പെൺകുട്ടിയായിട്ട് പോലും ആൾ സൂപ്പർ മാർക്കറ്റ്സിലും ബർഗർ ഷോപ്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. 1 lakh above ആൾ പെർ മന്ത് ഏണും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ആൾ ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യം പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോയത്, ഇംഗ്ലീഷിലാണ് പഠനം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ, കാരണം ഇപ്പോൾ ബെർലിൻ, അതുപോലെ തന്നെ ഫ്ലൻസ്ബർഗ്, ഒരുപാട് സിറ്റീസ് അവിടെ ഉണ്ട്. ബെർലിനൊക്കെ ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ ചില സിറ്റീസിൽ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞാലേ ജോലി കൊടുക്കുള്ളൂ എന്നുള്ളൊരു ഇത് ഉണ്ട്. ചില സിറ്റീസിൽ ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാലും കുഴപ്പമില്ല. അപ്പം നമുക്കറിയില്ല ഒരു കുട്ടിക്ക് ഏത് സിറ്റീസിലുള്ള യൂണിവേഴ്സിറ്റിക്കാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്. ബട്ട് നമ്മൾ എല്ലാവരോടും കോമൺ ആയിട്ട് ഇംഗ്ലീഷ് തോട്ടിൽ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഇത് പറയണം കമ്പൽസറിലി. നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു കൗൺസിലർ ആണെങ്കിലും, ഇപ്പോൾ ആസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഞാനാണെങ്കിലും, നമ്മളിത് കൗൺസിലിംഗ് സെഷനിൽ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യും, ഓഫ് കോഴ്സ്. പക്ഷേ ഇത് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട്
മറ്റുള്ള കൺസൾട്ടൻസീസ് എന്താ ചിന്തിക്കണേ, ജർമ്മൻ ലാംഗ്വേജ് അതെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഡ്മിഷൻ പോവോ, കുട്ടി പറയും വേണ്ട ജർമ്മനി വേണ്ട എനിക്ക് ജർമ്മൻ പഠിക്കാൻ വയ്യ. പക്ഷെ അത് കരുതി ആ കുട്ടിയോട് പറയാതിരിക്കരുത്. കാരണം കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, സ്റ്റക്കാവും. ഇത് നമ്മൾ പറയാം. അപ്പോൾ പാർട്ട് ടൈംസിന് വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ നമ്മുടെ കുട്ടികൾ, അവിടെ ഉള്ള കുട്ടികളുടെ റെഫറൻസ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. അവർ ത്രൂ അവർക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി അവർക്ക് തന്നെ ജോബ് കിട്ടുന്നുണ്ട് ചെന്നിട്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കൂടുതൽ കുട്ടികൾ മൈക്രോടെക്കിലൂടെ പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് അബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ടി പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് അബ്രോഡ് ചൂസ് ചെയ്യുന്നത്? അതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് അവിടുത്തെ ലോകോത്തര നിലവാരമുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിൽ കുട്ടികൾക്ക് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കേരളത്തിൽ പഠിക്കാതെ എന്തുകൊണ്ട് വിദേശ വിദ്യാഭ്യാസം ചൂസ് ചെയ്യുന്നു എന്നുള്ളതിന് ഫസ്റ്റ് ആൻസർ എനിക്ക് അതാ പറയാനുള്ളത്. അതായത് നമ്മൾ വേൾഡിലെ തന്നെ ടോപ്പ് ക്ലാസ് റാങ്കിങ്ങിലുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിലേക്കാണ് നമ്മൾ കുട്ടികളെ അയക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ IIT IIM-നേക്കാളും റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റി, സയൻറ്റിഫിക് റിസർച്ച് ലാബ് ഫെസിലിറ്റീസ്, ഇപ്പോൾ ഇവിടെ ഹെൽത്ത് സയൻസസ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ഹെൽത്ത് റിലേറ്റഡ് കോഴ്സസ് പഠിക്കും, അവർക്ക് തന്നെ നമുക്ക് സയൻറ്റിഫിക് റിസർച്ച് ലാബുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് പഠിക്കാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ആരാണ് ആഫ്റ്റർ BTech അവർ പഠിച്ച സെയിം മേഖലയിൽ ജോലി ചെയ്യുന്നത്? എനിക്ക് കുറച്ച് പേരുടെ ഒരു എണ്ണം കിട്ടുമോ? ഇപ്പോൾ ഇല്ല. പലരും ബിസിനസ് ചെയ്യുന്നു BTech കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പലരും ഫാഷനിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി. നമ്മുടെ ഫിലിം സ്റ്റാർസിനെ തന്നെ എടുത്ത് നോക്കൂ, എത്ര BTech ഗ്രാജുവേറ്റ്സ് ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? അഭിനയത്തിനോടുള്ള പാഷൻ മാത്രമായിരിക്കുമോ? അല്ല, ഒരു വരുമാനം കൂടിയല്ലേ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ജർമ്മനിയിൽ പഠിച്ചിറങ്ങി, ജർമ്മനിയിൽ 10 ലക്ഷത്തോളം എൻജിനീയേഴ്സിൻ്റെ വേക്കൻസി ആ രാജ്യത്തുണ്ട്. 10 ലക്ഷം. അതിൽ 4 ലക്ഷത്തോളം IT പ്രൊഫഷണൽസിൻ്റെ തന്നെയുണ്ട്. എബോവ് 6 lakhs ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ഉണ്ട്. സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മെക്കാനിക്കൽ ഹബ്ബാണ് ജർമ്മനി എന്ന് പറയുന്നത് തന്നെ. വേൾഡിൽ തന്നെ ലാർജസ്റ്റ് കാർ പ്രൊഡക്ഷൻ ഇൻ ദ വേൾഡ് ചെയ്യുന്ന ഒരു കൺട്രി, ഫസ്റ്റ് ക്വാളിറ്റി മെഷീനറീസ്. അപ്പോൾ അവിടെയൊക്കെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആൾക്ക് എബോവ് 3.5 lakhs മിനിമം സാലറി റേഞ്ചാണ്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു 4.5 lakhs എന്നാണ് സ്റ്റാർട്ടിങ് സാലറി. ഇതൊരിക്കലും നമുക്ക് കേരളത്തിൽ പഠിച്ചാൽ കിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു റീസൺ കുട്ടികൾ കൂടുതലും ഇപ്പോൾ എബ്രോഡ് സ്റ്റഡി ചൂസ് ചെയ്യുന്നത്. ഓസ്ട്രിയ, ജർമ്മനി, ലക്സംബർഗ്, ഇങ്ങനത്തെ ഏതൊരു കൺട്രിയും. നമ്മളിപ്പോൾ ജർമ്മനി എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന യൂറോപ്യൻ ഷെൻഗൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ നിൽക്കുന്നത് ഓസ്ട്രിയയും ജർമ്മനിയാണ്. അതുപോലെ തന്നെ ഏതൊരു ഫണ്ട് കുറഞ്ഞൊരു കുട്ടിക്കും പോയി പഠിക്കാനുള്ള ഓപ്ഷൻസ് മാൾട്ടയുണ്ട്, ലാറ്റ്വിയ ഉണ്ട്, ലിത്വാനിയ ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അവിടെയെല്ലാം പഠിച്ചു കഴിഞ്ഞാലും അവർ ഒരു കുട്ടി ഒരു കുടുംബത്തിൽ നിന്ന് പോയി അവിടെ ഇത്രയും സെറ്റിലായി കഴിഞ്ഞാൽ ആ കുടുംബം അങ്ങ് രക്ഷപ്പെടുകയാണ്. ഇതൊരിക്കലും നമുക്ക് കേരളത്തിൽ സ്വപ്നം കാണാൻ പറ്റില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൗസ് ബിൽഡിംഗ്. ആർക്കാണ് 3 വർഷം കേരളത്തിൽ പഠിക്കുമ്പോൾ 45 തൊട്ട് 47 ലക്ഷം രൂപ വരെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക? നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഈവൻ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഫീൽഡിൽ 6 years ആണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ തുടക്കകാലത്ത് 2 പാരൻസ് എൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ അവർ ഞാൻ നോക്കുമ്പോൾ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള പാരൻസാണ്. ഡ്രൈവറാണ്, ഒരാൾ ടൈലറാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സാർ എന്താണ് 2 മക്കളെയും ജർമ്മനിയിലോട്ടേക്ക് അയക്കുന്നത്, മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ അയക്കുന്നത്? അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഇതിന് വലിയ ഫണ്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കുടുംബസ്വത്തായിട്ട് കുറച്ച് പാർട്ടീഷൻ കഴിഞ്ഞ് കുറച്ച് ഇത് കിട്ടി, അത് വിറ്റിട്ടാണ് ഇവന്മാരെ പഠിപ്പിക്കാനായിട്ട് അയക്കുന്നത്. അത് ഞാൻ ഇവന്മാർക്ക് കൊടുത്താൽ അവരത് വിറ്റ് ഫുഡ് അടിക്കാന്നല്ലാതെ വേറൊരു ഇതും മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇവരെ അങ്ങോട്ടേക്ക് അയക്കുകയാണെങ്കിൽ അവരുടെ കരിയർ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബം അതോടുകൂടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു പാരൻസിന് അത്രയും ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ഇന്നൊക്കെ എല്ലാ പാരൻസിനും അത് ചിന്തിക്കാം. ഇന്ന് ആ പാരൻസ് അവിടെ 4-5 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന എഞ്ചിനീയേഴ്സിൻ്റെ പാരൻസായിട്ട് അറിയപ്പെടുന്നത്. അന്ന് അവർ ഡ്രൈവറും ടൈലറൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അവർ അറിയപ്പെടുന്നത് അവർ പല വെക്കേഷൻസിനും മക്കളുടെ കൂടെ ജർമ്മനിയൊക്കെ വിസിറ്റ് ചെയ്തു വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ ഒരു പാരൻസിൻ്റെ അറിവിൽ, ആ ഒരു ചെറിയ മിതമായ അറിവ് വെച്ചിട്ട് അവർക്ക് അന്ന് അങ്ങനെ തോന്നിയതുകൊണ്ടല്ലേ അവരുടെ കുടുംബം രക്ഷപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ പാരൻസും മാറി ചിന്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു 2-3 years ആയിട്ട് കൂടുതലായിട്ട് കേരളത്തിൽ പഠിപ്പിക്കേണ്ട, +2 കഴിയുമ്പോൾ തന്നെ ബാച്ചിലേഴ്സിന് അയക്കാം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഇനി മാസ്റ്റേഴ്സ് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല, മാസ്റ്റേഴ്സിന് അബ്രോഡ് പോകണം, ഞങ്ങളുടെ സേഫ്റ്റി അതാണ്, ഞങ്ങൾ സെക്യൂറായിട്ട് ഞങ്ങൾക്കൊരു ഭാവി സുരക്ഷിതമാക്കാനുള്ളൊരു വേ അതാണ് എന്ന് അവർ ചിന്തിച്ചിരിക്കുന്നു.
മാം പറഞ്ഞ പോലെ മാമിൻ്റെ സ്റ്റോറി കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയി. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്ന് കുട്ടികളൊക്കെ പോവല്ലേ, കേരളത്തിൽ ഇനി ആരാ ഉള്ളത് എന്നുള്ളൊരു തോട്ടായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എത്ര ഇയർ ഗ്യാപ്പിൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും? നമുക്ക് ഇത്രയും ഒരു പർട്ടിക്കുലർ ടൈമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി, അത് ഓരോ പ്രോഗ്രാമിനും ഗ്യാപ്സ് അക്സെപ്റ്റബിൾ ആവുന്നത് ഓരോരോ ക്രൈറ്റീരിയയിലാണ്, ഓരോന്നിനും ഓരോരോ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം നമ്മൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി, ആൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് പോകണമെങ്കിൽ 24-25 വയസ്സ് വരെ പോവാം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ വേണം. അതായത് റെലവൻ്റ് ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഒരു കുട്ടിക്കും ബാച്ചിലേഴ്സ് ചെയ്യാൻ ഇന്ന പ്രായം വരെ പാടുള്ളൂ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ഇത്ര പ്രായപരിധി ഉണ്ട് എന്നൊന്നും ഒരു യൂണിവേഴ്സിറ്റിയും പറയുന്നില്ല. കുട്ടിയുടെ മറ്റുള്ള പ്രൊഫൈൽസിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സും IELTS സ്കോറും ഇതൊക്കെ വെച്ചിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി ഓഫർ കൊടുക്കുക. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിൻ്റെ ക്രൈറ്റീരിയ, എക്സാമിനേഷൻ ഉണ്ടാവും, എൻട്രൻസ് എക്സാമിനേഷൻ, പല പല ക്രൈറ്റീരിയാസിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലഭിക്കും. പക്ഷെ നമുക്ക് വിസ റിജക്റ്റ് ആവരുതല്ലോ. നമ്മളൊരു കുട്ടിയുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ മുന്നിൽ വന്ന് കരിയർ ഗൈഡൻസ് എടുത്ത് കഴിഞ്ഞ് ഇവിടെ നിന്നൊരു അഡ്മിഷൻ പേയ്മെൻ്റ് എന്ന് മാത്രമല്ല, ആ കുട്ടി അവിടെ സക്സസ്ഫുള്ളി വിസ കിട്ടി അവിടെ എത്തണം. എന്നാലാണ് അവരുടെയും ഞങ്ങളുടെയും ആ ഒരു ജേർണി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആവുന്നുള്ളൂ. അപ്പോൾ വിസ കിട്ടാനായിട്ട് നമുക്കിപ്പോൾ 25 വയസ്സ് വരെയുള്ള പ്രൊഫൈൽ നമുക്ക് ബാച്ചിലേഴ്സിന് എടുക്കാം. പക്ഷെ വിസയ്ക്ക് വെക്കുമ്പോൾ ആ കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ PSC കോച്ചിങ് പോയതായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഡിപ്ലോമ പഠിച്ചതവരായിരിക്കാം, അത് കറക്റ്റായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അവർ വെക്കണം. അതുപോലെ മാസ്റ്റേഴ്സിന് പോകാനാണെങ്കിൽ എബോവ് 30 ആണെങ്കിൽ 35 36 ഒക്കെ വരെ ഏജ് ഉള്ളവർക്ക് നമുക്ക് പോവാം. പക്ഷേ പ്രോപ്പർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണം കുട്ടി പ്രൊവൈഡ് ചെയ്യണം അത് കറക്റ്റായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് വിസ റിജക്ഷൻ വരില്ല. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കൺട്രീസും 100% വിസ സക്സസ് റേറ്റ് ഉള്ള കൺട്രീസാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പ്രൊഫൈൽസ്, നമ്മൾ കുട്ടികളെ അത്രയും ചൂസി ആയിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മുടെ സക്സസ് റേഷ്യോ ഹൈയിൽ നിൽക്കാനുള്ള റീസൺ അങ്ങനെയാണ്. നമ്മളെല്ലാ പ്രൊഫൈൽസും എടുത്ത് അത് കുഴപ്പമില്ല വിസ കിട്ടും എന്നൊരു ഫേക്ക് പ്രോമിസ് ഒരിക്കലും കുട്ടിക്ക് കൊടുക്കരുത്. കുട്ടിക്ക് എത്ര നാൾ ഗ്യാപ്പ് ഉണ്ട്, കുട്ടി അത് എന്തെങ്കിലും റെലവൻ്റ് ആയിട്ട് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ടോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. അതാണ് എനിക്ക് അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റുക. ഋതു മാമിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് കൂടുതലും തോന്നിയത്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന അബ്രോഡ് എഡ്യൂക്കേഷൻ ശരിക്കും അത് റിലവൻ്റ് ആണോ, മൈക്രോടെക് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളത് ഋതു മാം പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായി കാണും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കരിയറാണ്. കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. സോ മൈക്രോടെക് ആപ്റ്റായ സ്ഥലമാണ്. ആൻഡ് ദിസ് ഈസ് ആദ്യ കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രം ഋതു മൈക്രോടെക്.